എന്തുകൊണ്ടാണ് ഭൂരിഭാഗം ഷോർട്ട് ഫിലിമും വർക്കാവാത്തത്? ആളുകൾക്ക് ഷോർട്ട് ഫിലിംസിനോട് താല്പര്യം കുറയുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം വളരെ ലളിതമാണ്. കഥയുടെ പോരായ്മയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെ ഒരു 15 മിനിറ്റിൻ്റെ അകത്തുള്ള ഷോർട്ട് ഫിലിം ചെയ്യാം? അതിന് നിങ്ങൾ ഈ താഴെ പറയുന്ന ഈ 3 റൂളുകൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെയുള്ള ടിപ്സിനായിട്ട് ഒന്ന് ഫോളോയും സബ്സ്ക്രൈബും ചെയ്തത് ഇപ്പം തന്നെ വെച്ചോളൂ. ഒന്നാമത്തെ കാര്യം, ഒരു ചോദ്യം. അതായത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഒറ്റ ചോദ്യത്തിനുള്ള സംഭവമായിരിക്കണം. ആ മലയുടെ മുകളിൽ എന്താണുള്ളത്, അതിൻ്റെ മുകളിൽ എന്താണെന്നുള്ളത് വിഷ്വലി അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന രീതിയായിരിക്കണം നിങ്ങളുടെ ഷോർട്ട് ഫിലിമിന്റെ തീം എന്ന് പറയുന്നത്. അതായത് ഒരു പ്ലോട്ടിൽ കൂടെ തന്നെ സഞ്ചരിക്കുക, അല്ലാതെ അതിനെ വളഞ്ഞു മൂക്ക് പിടിച്ച് കൊണ്ടുപോകുന്ന രീതി മാക്സിമം ഒഴിവാക്കുക. പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ് ആണ്. അതായത് ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ഇവന്റ് അതിനെ ബന്ധപ്പെട്ടിട്ട് മാത്രമുള്ള സാധനം കൊണ്ടുവരിക, അല്ലാതെ അതിലേക്ക് അനാവശ്യമായിട്ടുള്ള സംഭവങ്ങൾ കുത്തിക്കയറ്റാതിരിക്കുക. മൂന്നാമത്തത് ഇമോഷനാണ്. വീട്ടിലൊരു ടി വി ഇല്ല, വേൾഡ് കപ്പ് തുടങ്ങാൻ പോവുകയാണ്, അപ്പോൾ ഒരു ടി വി വേണം. ഫുട്ബോൾസ് കളിക്കുന്നതും പിന്നെ ഒരു ഫുട്ബോൾ ആരാധകനുമാണ് നായകൻ. അപ്പോൾ ഇയാൾക്കൊരു ടി വി വേണം. അതൊരു ഇമോഷനാണ്. പ്രണയം എന്ന് പറയുന്നത് ഇമോഷനാണ്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി അതിനെ ബേസ് ചെയ്തിട്ട് വേണം കഥകൾ എഴുതാൻ. ഇത് മൂന്ന് പോയിന്റാണ്. ഈ ഒരു രീതിയിൽ കൂടെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഷോർട്ട് ഫിലിം ആളുകൾക്ക് കൂടുതൽ കണക്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങോ ഡയറക്ഷനോ അങ്ങനെ എന്തെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുള്ളത് ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ഓൺലൈൻ പ്രീ റെക്കോർഡഡ് ആയിട്ട് ക്ലാസ്സസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള കോണ്ടന്റ്സിനായിട്ട് ഫോളോയും സബ്സ്ക്രൈബും ചെയ്യുന്ന കാര്യം പ്രത്യേകം പരിഗണിക്കുക.